യുഎസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വിദേശ പ്രൊഫഷണലുകൾക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ IT ജീവനക്കാർക്കും കരിയറിലെ ഏറ്റവും വലിയൊരു ആശ്വാസ വാർത്ത യുഎസിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. രണ്ടാമതും പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയൊരു വിസ പരിഷ്കാരം US ഫെഡറൽ കോടതി നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് റദ്ദാക്കിയ വിവരം നമ്മൾ അറിഞ്ഞതാണ്. ഈ വിധിക്ക് പിന്നാലെ എല്ലാവരും കാത്തിരുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമായിരുന്നു. ഇപ്പോഴിതാ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിധിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ട്രംപിന്റെ ആ വിവാദ ഉത്തരവ്? കോടതി വിധി എന്തായിരുന്നു? കോടതി വിധിയോട് ട്രംപ് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ് കോടതി റദ്ദാക്കിയ ട്രംപ് ഭരണകൂടത്തിന്റെ ആ വിവാദ വിസ നയം എന്ന് നോക്കാം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഒരു പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷൻ വഴി ഡൊണാൾഡ് ട്രംപ് H-1B വിസ അപേക്ഷകർക്ക് മേൽ ഒരു ഭീമൻ അധിക ഫീസ് ഏർപ്പെടുത്തിയത്. പുതിയതായി H-1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവരിൽ നിന്നും അവരെ സ്പോൺസർ ചെയ്യുന്ന കമ്പനികളിൽ നിന്നും $1,00,000 അധികമായി ഈടാക്കുകയായിരുന്നു ട്രംപിന്റെ ഉത്തരവ്. എന്നാൽ ബാസ്റ്റണിലെ US ഡിസ്ട്രിക്ട് കോടതിയിലെ ഫെഡറൽ ജഡ്ജ് ഈ ഉത്തരവ് പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് റദ്ദാക്കിയിരിക്കുന്നു. അമേരിക്കയിലെ 20 സംസ്ഥാനങ്ങൾ സംയുക്തമായി ട്രംപിന്റെ ഈ ഭീമൻ ഫീസിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. കേസ് വിശദമായി പരിശോധിച്ച ജഡ്ജ് തന്റെ 42 പേജുള്ള വിധിന്യായത്തിൽ വ്യക്തമാക്കിയത് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന ഈ $1,00,000 അധിക പേയ്മെന്റ് യഥാർത്ഥത്തിൽ ഒരു ഫീസ് അല്ല, മറിച്ച് അതൊരു നികുതിയാണെന്നാണ്. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് രാജ്യത്ത് പുതിയ നികുതികൾ ചുമത്താനുള്ള അധികാരം ജനപ്രതിനിധി സഭയായ US കോൺഗ്രസിന് മാത്രമാണുള്ളത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇത്തരമൊരു നികുതി അടിച്ചേൽപ്പിക്കാൻ ട്രംപിന് അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഈ നയം നിയമവിരുദ്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കോടതി വിധിയോട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കാം. ഈ വിധി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകരെ കണ്ട ട്രംപ് കടുത്ത ഭാഷയിലാണ് കോടതിക്കെതിരെയും ജഡ്ജിമാർക്കെതിരെയും പ്രതികരിച്ചത്. രൂക്ഷമായ വാക്കുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ ഫെഡറൽ ജഡ്ജിമാർ ഞങ്ങളെ ശരിക്കും ബുദ്ധിമുട്ടിക്കുകയാണ്. നമ്മുടെ കോടതി സംവിധാനത്തിൽ ഇപ്പോൾ നടക്കുന്നത് തികച്ചും ഭ്രാന്തമായ കാര്യങ്ങളാണ്. അവർ നമ്മുടെ രാജ്യത്തെ വളരെ മോശമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻപും സുപ്രീം കോടതി ജഡ്ജിമാരെ പോലും കടുത്ത വാക്കുകളിലൂടെ വിമർശിച്ചിട്ടുള്ള ട്രംപ് തന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന കോടതികളോട് തനിക്കുള്ള കടുത്ത അമർഷം ഈ വാക്കുകളിലൂടെ വീണ്ടും പരസ്യമാക്കി. വിധി പ്രഖ്യാപിച്ച ജഡ്ജ് മുമ്പും ട്രംപിന്റെ നയങ്ങൾ തടഞ്ഞിട്ടുണ്ടോ എന്ന സംശയം നമ്മളിൽ പലർക്കുമുണ്ട്. തടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ജഡ്ജി ലിയോയും ട്രംപും തമ്മിലുള്ള നിയമ പോരാട്ടം ഇത് ആദ്യമല്ല. മുൻ US പ്രസിഡന്റ് ബരാക് ഒബാമ നിയമിച്ച ഫെഡറൽ ജഡ്ജിയാണ് ലിയോ. കഴിഞ്ഞ വർഷം അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വയമേ പൗരത്വം ലഭിക്കുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിർത്തലാക്കിക്കൊണ്ട് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയിരുന്നു. അന്ന് ആ ഉത്തരവ് അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതിക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി തടഞ്ഞതും ഇതേ ജഡ്ജ് ലിയോ തന്നെയായിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക നിലപാട് എന്താണ്? അവർ ഈ വിധിയെ നേരിടാൻ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. ഈ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈറ്റ് ഹൗസ് വക്താവ് ടെയ്ലർ റോജേഴ്സ് ഫോക്കസ് ന്യൂസിനോട് പറഞ്ഞത് യുഎസിന് ഗുണകരമല്ലെന്ന് താൻ കരുതുന്ന ഏത് വിദേശിയുടെയും രാജ്യത്തേക്കുള്ള പ്രവേശനം തടയാൻ പ്രസിഡന്റിന് വ്യക്തമായ നിയമപരമായ അധികാരമുണ്ടെന്നാണ്. H-1B വിസ പ്രോഗ്രാം പതിറ്റാണ്ടുകളായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്നും അത് ശരിയാക്കാനാണ് ട്രംപ് ശ്രമിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഷിംഗ്ടണിലെ മറ്റൊരു ഫെഡറൽ ജഡ്ജ് ഇതേ രീതിയിലുള്ള ഒരു ഉത്തരവ് മുമ്പ് ശരിവെച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും അത് വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം ഭരണകൂടത്തിനുണ്ടെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഈ കേസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. $1,00,000 ഫീസ് കൊണ്ടുവരുന്നതിന് മുൻപ് H-1B വിസയ്ക്കുണ്ടായിരുന്ന ചെലവുകളെ കുറിച്ചും കൂടി നോക്കാം. ട്രംപിന്റെ പരിഷ്കാരത്തിന് മുൻപ് ഒരു വിദേശ ജീവനക്കാരന് വേണ്ടി H-1B വിസ എടുക്കാൻ കമ്പനികൾക്കായിരുന്ന ചെലവ് താരതമ്യേന വളരെ കുറവായിരുന്നു. അപേക്ഷകന്റെയും കമ്പനിയുടെയും വിവിധ ഘടകങ്ങളെ ആശ്രയിച്ച് ഇത് $2,000 മുതൽ $5,000 വരെ മാത്രമായിരുന്നു. ഇതിൽ നിന്നാണ് ട്രംപ് ഒറ്റയടിക്ക് $1,00,000 അധികമായി വർദ്ധിപ്പിച്ചത്. ട്രംപിന്റെ ഈ ഭീമമായ ഫീസ് വർധനവ് H-1B വിസ അപേക്ഷകരെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് കൂടെ നോക്കാം. ഈ വൻതുക കാരണം കമ്പനികൾ വിദേശ ജീവനക്കാരെ സ്പോൺസർ ചെയ്യുന്നതിൽ നിന്ന് വൻതോതിൽ പിന്മാറിയെന്ന് കോടതി രേഖകൾ വ്യക്തമാക്കുന്നു.
US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് കോടതിയിൽ സമർപ്പിച്ച മാർച്ച് മാസത്തിലെ ഒരു റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരി 15 വരെ വെറും 85 അപേക്ഷകളിൽ മാത്രമാണ് ഈ പുതുക്കിയ ഉയർന്ന ഫീസ് അടച്ചിട്ടുള്ളത്. ഈ ഭീമമായ തുക കാരണം വിദേശ ജീവനക്കാരെ നിയമിക്കുന്നതിൽ നിന്ന് കമ്പനികൾ പൂർണ്ണമായും പിന്നോട്ട് പോയി എന്ന് തെളിയിക്കുന്നു. എന്തുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം IT കമ്പനികളെയും H-1B വിസയെയും ലക്ഷ്യമിടുന്നത് എന്ന സംശയം ഭൂരിഭാഗം ആളുകൾക്കുമുണ്ട്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. US-ലെ ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കാൻ 1990-ൽ കൊണ്ടുവന്നതാണ് H-1B വിസ. ഇതിന്റെ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ IT പ്രൊഫഷണലുകളാണ്. എന്നാൽ ട്രംപും അദ്ദേഹത്തിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അനുകൂലികളും കരുതുന്നത് IT കമ്പനികൾ ഈ വിസ പ്രോഗ്രാം ദുരുപയോഗം ചെയ്യുന്നു എന്നാണ്. വിദേശങ്ങളിൽ നിന്ന് കുറഞ്ഞ ശമ്പളത്തിന് ജീവനക്കാരെ കൊണ്ടുവരാൻ കമ്പനികൾ ഈ വിസ ഉപയോഗിക്കുന്നുവെന്നും ഇതുവഴി കമ്പ്യൂട്ടർ മേഖലയിലുള്ള തദ്ദേശീയരായ അമേരിക്കക്കാരുടെ ജോലി നഷ്ടപ്പെടുന്നുവെന്നുമാണ് ഇവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് മേൽ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചാൽ അവർ വിദേശികളെ നിയമിക്കുന്നത് നിർത്തുമെന്ന ചിന്തയിലാണ് സെപ്റ്റംബറിലെ ഉത്തരവിലൂടെ ട്രംപ് ഈ ഭീമൻ തുക നിശ്ചയിച്ചത്. ട്രംപിന്റെ കടുത്ത കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങളെ കോടതി താൽക്കാലികമായി തടഞ്ഞെങ്കിലും ട്രംപും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ശക്തമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. വിധിക്കെതിരെ അപ്പീല് പോകാൻ വൈറ്റ് ഹൗസ് തീരുമാനിച്ചതിനാൽ ഈ നിയമ പോരാട്ടം വരും ദിവസങ്ങളിലും തുടരും. എങ്കിലും നിലവിൽ IT പ്രൊഫഷണലുകൾക്കും വിദേശ ഉദ്യോഗാർത്ഥികൾക്കും ഈ വിധി വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്.